വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹാപ്പി ബയോ ഹോം. അപ്പോൾ ഇന്ന് നമ്മളൊരു വീഡിയോ എടുക്കാൻ പോകുന്നത് ഇതുണ്ട്, നമ്മുടെ മഞ്ഞ ഓർക്കിഡ് വിരിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ അതല്ല നമ്മുടെ വീഡിയോ, നമുക്ക് കുറച്ച് ചെടി നടുന്ന കാണാം. ഇവിടെ ചെടി നടുന്ന പറഞ്ഞു കുറച്ച് കരിയില ഇങ്ങനെ ആദ്യം ഇട്ടിട്ടുണ്ട്. കരിയില കുറച്ചിട്ടു. കരിയില ഇട്ട് എന്താണെന്ന് വെച്ചാൽ വെള്ളം പെട്ടെന്ന് ഇങ്ങനെ കെട്ടിക്കിടക്കാണ്ട് വാർന്നു പോകാനും അതോടൊപ്പം മണ്ണ് പോവുകയും ചെയ്യരുത്, അതിന് വേണ്ടിയാണ് കരിയില ഇട്ടത്. എല്ലാ ചെടിച്ചട്ടിക്കകത്തും ഇങ്ങനെ കരിയില ഇടണോ? എല്ലാ ചെടിച്ചട്ടിക്കകത്തും ഇങ്ങനെ കരിയില ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെറുപ്പം വലിയ ചെടിച്ചട്ടി നടുമ്പോൾ ഓട് കഷ്ണം ഇടാറില്ല, അതെന്തിനാ? ഓട് കഷ്ണം ഇടുന്നത് തന്നെയാണ് ഉദ്ദേശം. വെള്ളം മാത്രം വാർന്നു പോകാനും മണ്ണ് പോകാതിരിക്കാനുമാണ്. അപ്പോൾ കുറച്ച് മറ്റേ ഏതാ പ്ലാന്റ് ഏതായിരുന്നു? ഒരു ഇലച്ചെടിയാണ്. ഇല കട്ട് ചെയ്ത് വെക്കണേ പ്ലാന്റ് ഏതായാലും ബിഗോണിയ. ഒരു ബിഗോണിയയുടെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ടാണ്. ഒരു ബിഗോണിയ ചെടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഇല കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ കത്തിയൊക്കെ വെച്ച് കട്ട് ചെയ്യണമെന്നാണ് തോന്നുന്നു. പക്ഷെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങോട്ട് കട്ട് ചെയ്ത് നല്ല ഭംഗിയുണ്ട് ഈ ചെടി കാണാൻ. ഇതൊരു കുഞ്ഞ് 2 ഇലയെ ഉള്ളായിരുന്നു അല്ലേ? കഴിഞ്ഞ ദിവസം പുതിയ ഇലയൊക്കെ വന്നു, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഈ ഒരു ഇലയാണ് കേട്ടോ നമ്മളിങ്ങനെ നട്ട് വയ്ക്കുന്നത്. ഇതിനകത്ത് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആർക്കെ ഓർഗാനിക്സിൽ നിന്ന് മേടിച്ച മറ്റേ കമ്പോസ്റ്റ് വളങ്ങളുടെ ഒക്കെ മിക്സാണ്. കമ്പോസ്റ്റ് മിക്സും നമ്മുടെ ഈ എക്കൽ മണ്ണ്, അതായത് നമ്മുടെ വീടിൻ്റെ വാതിക്കലെ തോട് വഴി ചെറിയ ചാലുണ്ട്, അതിലെ ഒഴുകി വന്ന് ഇങ്ങനെ അടിഞ്ഞു കിടന്നിരുന്ന എക്കൽ മണ്ണ് നമ്മൾ നേരത്തെ ശേഖരിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ അതും ഇതും ഈ പറയുന്ന സംഭവം കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ കരികില നിറച്ച പോട്ടിനകത്ത് നമ്മളിതും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ നടുന്നത്. ഇങ്ങനെയൊക്കെയാണോ എന്നറിയില്ല, നമ്മുടെ രീതിയിൽ അങ്ങ് നടുകയാണ്. ഇപ്പോൾ ഇതിങ്ങനെ ഇല ഇങ്ങനെ മുറിച്ച് കട്ട് ചെയ്ത് വെച്ച് ഇലയിൽ നിന്ന് പുതിയ കതിർപ്പുണ്ടായി വരുമെന്നാണ് യൂട്യൂബ് വീഡിയോസുകളിലൊക്കെ തന്നെ കണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. അപ്പോൾ ബിഗോണിയുടെ പുതിയ പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ്. കലാത്തിയയുടെ ഇത് നിൽപ്പുണ്ട് കേട്ടോ, ചെറിയൊരു തൈ. അപ്പോൾ നമുക്ക് അതും കൂടെ പറിച്ച് നമുക്ക് നടാം. അത് ഇങ്ങനെയൊക്കെ പറിച്ച് വേരൊക്കെ പൊട്ടിപ്പോകുമായിരിക്കും, കുഴപ്പമില്ല. അതെ അന്നേരം ഇതേ കണ്ടതാ കേട്ടോ. നമ്മുടെ ഇവിടെ ഒരു ഇത് റംബൂട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുരു താഴെ വീണ് കിടക്കണം, അത് കിളുത്തിട്ടുണ്ട് കേട്ടോ. റംബൂട്ടാൻ്റെ ഒരു കുരു വീണ് കിടന്ന് കിളുത്താണ്. ഈ മറ്റേ ഹൈബ്രിഡ് റംബൂട്ടാനാണ്. അപ്പോൾ നമ്മൾ കുരു ഇതിലേക്ക് നടുകയാണ്. കലാത്തിയ